പ്രേക്ഷകപ്രിയ താരങ്ങൾ ഒരുമിച്ച് മലയാളക്കരയിൽ പൊട്ടിച്ചിരി ഒരുക്കിയ സൂപ്പർ ഹിറ്റ് കോമഡി. ഞാന് വെള്ളപൂശാൻ വന്നതാ. ഓ, പുറവശത്തേം തുടങ്ങിക്കോളൂ. ഇവിടല്ല, അപ്പുറത്ത്. അപ്പുറത്ത് ഏത് പുറത്തുനിന്നായാലും ഇത് ഞാൻ ഏറ്റു. ആരും അറിഞ്ഞില്ല. എന്നാലും എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. ഞാനും കൂടി അടിക്കട്ടാ. എനിക്ക് കൂടി കൊടുത്തു. നീ ഇവിടെ കിടന്ന് വിളിച്ചു പോയി ആലഞ്ചേരിക്കാരുടെ മുഖത്ത് കരുവാരത്തേക്ക് ഭിത്തിയിലോട്ട് വെള്ളടിക്കാൻ നോക്കിന്റെ എന്നെ പറ്റിച്ച് എല്ലാവരും കൂടി ഇവിടെ കയറി കൂടിയതല്ലേ? ഇത്തവണ ഒരു പണി പഠിക്കും. എന്താപ്പാ ഇത്തടം വന്ന സ്ഥിതിക്ക് നമ്മുടെ വാടകക്കാരെ കണ്ടിട്ട് പോയാലോ? വീട്ടിലിരുന്ന് ഇംഗ്ലീഷ് പഠിക്കാം. അയ്യോ മുത്തശ്ശ, അതാരാ വരണം നോക്കേ. സുഖം തന്നെയോ? എന്നെ അല്ല, ഇരിക്കാനും സമയമില്ല. ഞങ്ങള് വേറെ അത്യാവശ്യമായിട്ട് ഇറങ്ങിയതാ. കുട്ടി പറഞ്ഞ പണിക്കാരെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. വെള്ളം അടിക്കാനേ അവര് നാളെ ഇങ്ങെത്തും. അവര് വന്നല്ലോ. വന്നോ? അവര് 8-10 പണിക്കാരുണ്ട്. 10 പണിക്കാരോ? ആ, ചിലപ്പോ ഇനി കുഞ്ഞാലി പറഞ്ഞ അതാവും. അവന് ഞങ്ങളെ നന്നായിട്ട് അറിയാം. ഞങ്ങള് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തില്ലേ ഉണ്ടാകാവുന്ന ഫലവും അവനറിയാം. അവനെവിടെ? അപ്പുറത്തുണ്ട്. ആരൊക്കെയാന്ന് നമുക്ക് നോക്കി പോരാ. എവിടെ പോവാ? വെളുപ്പിൽ വന്ന് നടിക്കുന്ന ഇത്തിരി മൂത്രം ഒഴിക്കണം. മാറ്റങ്ങട് എന്റെ അമ്മേ, അച്ഛന്മാര് വന്നടാ. നിങ്ങൾ വീടിന് വെള്ളയടിക്കുകയാണോ അതോ പരസ്പരം വെള്ളയടിക്കുകയാണോ? അടിച്ചതല്ല, അടി പറ്റിയതാ. അതെ, അത് പെയിന്റിങ്ങിന് അടിച്ചോണ്ടിരിക്കുമ്പോ മറ്റുള്ളവർക്കവിടെ പോയി. അവര് ചായ കുടിക്കാൻ പോയി. തമ്പ്ര എന്തായാലും വേഗം പണി തീർക്കുക. തമ്പ്രാക്കന്മാരെ അറിയാമല്ലോ. അത് പിന്നെ പറയണോ? പണി കഴിഞ്ഞ് വീട്ടിലോട്ട് വന്നാ മതി. അവിടുന്ന് തരും കൂലി. ഈശ്വര, ഇതിനെന്ത് കൂലിയാണാവോ കിട്ടാൻ പോണത്? അല്ല, ഇവരെ രണ്ടുപേര് എവിടെയോ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ. ഞങ്ങൾ ജനിച്ചിട്ട് ആദ്യമായിട്ടാ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. അതെ അതെ. എന്താ നിന്റെ പേര്? എന്റെ പേര് പാപ്പൂട്ടി. നിന്റെയോ? ഞാൻ ഊമ. ഊമയോ? ഊമല്ല, ഊമേശ്വരൻ. എന്നാ ഉമ്മയും വാപ്പയും കൂടെ വേഗം പണി തീർക്കുക. വരട്ടെ മോളെ. ശരി. വെളുക്കാൻ തേച്ചത് പാട്ടായി. പാട്ടായി അല്ല, പാണ്ടായി. പറഞ്ഞോലെ അവരെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? പിന്നെ അവരും വെള്ളപൂശാൻ വന്നതാണോ? തിരിച്ചു കിട്ടി. പോയി പോയിട്ടില്ല. ദേ ഇവിടെ ഉണ്ട്. തമ്പ്രാക്കന്മാര് പോയെന്ന് വെച്ചാ. നിങ്ങളിത് എവിടെ പോയിരുന്നു? ആലഞ്ചേരിയിലെ തമ്പ്രാക്കളല്ലേ ഇപ്പൊ ഇവിടുന്ന് പോയത്? അതെ, ഞങ്ങൾ അവരെ കണ്ട് മുങ്ങിയതാ. അതെന്തിനാ മുങ്ങുന്നേ? കൊറേ നാളെ അവരുടെ തറവാടെന്ന് വെള്ളം അടിക്കാൻ വേണ്ടി ഞങ്ങൾ വിളിക്കുന്നു. ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല. അതെന്താ? അതാ തമ്പ്രാക്കന്മാർ മഹാഭിഷുക്കന്മാർ. അതെ, അവർ പണിയെടുത്ത കാശുണ്ടേ. അത് ശരി. ഏതായാലും നിങ്ങൾ തമ്പ്രാക്കന്മാരെ കാണാറുന്ന നന്നായി. തമ്പ്രാക്കന്മാര് ഇവരെയും കാണാതിരുന്നത് വളരെ നന്നായി. വളരെ വളരെ നന്നായി. എന്റെ അമ്മോ, പെണ്ണുരുന്നു. ദൈവമേ, അമ്മയെ കൂട്ടുണ്ടല്ലോ. ചാടിക്കോ കുളത്തിലേക്ക്. നിങ്ങൾ എന്തായി കാണിക്കുന്നേ? നിങ്ങൾ എന്താ എന്നെ? ഞങ്ങൾ കളരിപ്പാട്ട് അഭ്യസിക്കുക. അതായത് കളരിയും സംഗീതം കൂട്ടിക്കുഴച്ച്. കുഴച്ചല്ല, കൂട്ടി ഇണക്കി. അതെ, ആ പുതിയൊരു സൃഷ്ടിക്ക് രൂപം കൊടുക്കുകയാണ്. ഇവരെന്റെ മക്കളാ. എനിക്കറിയാം ഇവരെ. നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടോ? ഇവരല്ലേ വീട് വെള്ളയടിക്കാൻ വേണ്ടി വീട് വെള്ളയടിക്കാനോ പണിക്കാർ ഏർപ്പാടാക്കിയത്? ഇവരെല്ലാരും കൂടി മുൻകൈ എടുത്തിട്ടാ വെള്ളപൂശൊക്കെ ഇത്ര പെട്ടെന്ന് നടന്നത്. മുൻകൈ എടുക്കുന്ന കാര്യമൊന്നും പറയാതിരിക്കാൻ നല്ലത്. ഇവന്മാര് ഒറ്റ ഒരുത്തന ആവശ്യത്തിന് കിട്ടില്ല. ഇതിപ്പോ എന്ത് പറ്റിയോ ആവോ. ഇവരുടെ പണിക്കാര് തമ്പ്രാക്കന്മാരെ കുറിച്ച് എന്ത് നല്ല അഭിപ്രായം പറഞ്ഞറിയോ അമ്മയ്ക്ക്? അത് പിന്നെ അവരുടെ ഒരു അവകാശമല്ലേ? അതെയോ? ആരാണ് ഇത്ര നല്ല പണിക്കാര്? അത് പിന്നെ അമ്മയ്ക്ക് അവരുടെ പേര് പറഞ്ഞാൽ മനസ്സിലാവില്ല. സാഹചര്യം കൊണ്ട് പണിക്കാരെ പോയതാണ് അമ്മ. അവരെ ഇനി അമ്മയ്ക്ക് അറിയണമെന്ന് നിർബന്ധമാണെങ്കിൽ നമ്മുടെ വീട് പെയിന്റ് അടിക്കുമ്പോ, അല്ല, വീട് പെയിന്റ് അടിക്കുമ്പോ അറിയാവുന്നുള്ളൂ. പിന്നെ അമ്മേ, അവരിൽ 1-2 പേരെ അച്ഛന്മാർക്ക് ശരിക്കും മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. അതെന്താ?
വെള്ളടിക്കാരൻ വന്നു. ഇക്കരയെന്നും ഒരു വെള്ളടിക്കാരൻ വന്നു. ഈ അക്കരയെന്ന് പറഞ്ഞ വെള്ളടിക്കാൻ ഇക്കരയെന്ന് പറഞ്ഞ വെള്ളടിക്കാരൻ തമ്മിൽ നേരത്തെ എന്തൊരു പ്രശ്നം മതി മതി പോ വീട്ടിലേക്ക് പോ നിന്നെ തന്നെ പോ. ആളില്ലാണ്ടാക്കോ. നിന്നോട് ഞാൻ പല വട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ അറിയാത്ത കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാന്ന്. അത് ചെയ്ത് കഴിഞ്ഞപ്പോഴല്ലേ മനസ്സിലായത് അറിഞ്ഞൂടാത്ത കാര്യം. നീ എന്തിനാ രണ്ടു കാലം പൊക്കി ചാടിയത്? രണ്ടാലും പൊക്കി ചാടി നടും തല്ലി വീഴുന്നു ഞാൻ ഓർത്തോ. അനുഭവിച്ചോ എണ്ണൊഴിച്ചോട്ടെ എണ്ണൊഴിക്കാൻ ഞാൻ എന്താ വിളക്കാണോ? എല്ല് കുത്തുന്നു. എല്ല് മാത്രമേ ഉള്ളൂ, ഇറച്ചി വരുന്നേ ഉള്ളൂ. അയ്യോ ബസ്സിലടക്കില്ലേ? അതിനെടുക്കണ്ട്. അയ്യോ ഒരു മിനിറ്റ് ചേട്ടനെ കാല് നോക്കി, ചേട്ടനെ കാല് നോക്കി ഞാൻ ചവിട്ടി തരുമട്ടെ. ഇവൻ ചവിട്ടി തരുമണ്ട, ഇവന്റെ കാല് മാണിയുടെ അസുഖമുള്ളതാണ്. ഒരു മന്ദബുദ്ധിയെ ചവിട്ടി തിരുമ കാലിൽ ആണി മാറുന്നു എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നീ സ്വയം ചവിട്ടി തരുമടാ. ഒരു മിനിറ്റ് ആ മർമ്മൊന്ന് കണ്ടുപിടിച്ചോട്ടെ. അയ്യോ ഇവിടെ എന്തുണ്ടി ഉണ്ണി ഈശ്വരേ എന്റെ ചവിട്ട് മർമ്മത്ത് കൊണ്ടുവന്നു. ഉണ്ണി ഉണ്ണി അയ്യോ ചേട്ടൻ പിന്നെ കാറ്റുപോയി. ഉണ്ണി എണീക്കടാ. ഉണ്ണി ദേ അച്ഛൻ വരും. ഉണ്ണി 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 എന്റെ ഈശ്വരാ. ഉണ്ണി ഉണ്ണി എന്ത് ചെയ്യാ? എന്താടാ എന്ത് പറ്റി? എന്ത് പറ്റിയത്? അത് പിന്നെ അച്ഛൻ പഠിപ്പിച്ചെന്ന ചവിട്ടി തിരുമ്പ് ഒന്ന് പ്രയോഗിച്ചു നോക്കിയതാ. ഇവനെന്തോ പറ്റിയെന്നാ തോന്നണേ. നിനക്കൊന്നും പറ്റിയതല്ലടാ ഈ പണി. അത് ഞങ്ങൾ അച്ഛനോട് എത്ര കാലമായി പറയാൻ തുടങ്ങിയിട്ട്. എടാ നായുടെ വാല് നൂറ്റാണ്ട് കാലം കുഴലിട്ടാലും നേരെയാവൂല. കുറെ കളറി അഭ്യാസികള്. ഇനി മേലാലി പണി ചെയ്താലുണ്ടല്ലോ ചവിട്ടി തിരുമലല്ല ചവിട്ടി നടുപൊടിക്കും ഞാൻ. ഞങ്ങൾ അങ്ങോട്ട് വരട്ടെ. അവിടെ നിന്നാ മതി, ഞാൻ അങ്ങോട്ട് വരാം. വേണ്ട, ഞാൻ പറയുന്നിടം വരെ ഒരുതരം കളറിൽ നിന്ന് പുറത്തിറങ്ങി പോരുത്. ഉണ്ടാവും. നോക്കിയേ ഒരു പെൺകുട്ടിയില്ലേ വരുന്നത്. നിർത്തുക അകത്ത് പോ. അപ്പൊ സാധകം അത് ഞാൻ പിന്നെ വിളിക്കാം. അപ്പൊ വന്നാ മതി. നോക്കി പോടാത്ത വരൂ. കുട്ടി എന്താ ഈ വഴിയൊക്കെ? അത് എന്താ വിശേഷിച്ച്? ഞാനൊരു കാര്യം പറയാൻ വന്നതാ. എന്താ പറഞ്ഞോളൂ. സംഗീതം പഠിക്കാന്നുള്ളത് എന്റെ വലിയൊരു ആഗ്രഹ. അതും ഇവിടം തന്നെ ആവുമ്പോ. അതിപ്പോ എനിക്ക് പഠിപ്പിക്കാൻ വിരോധം ഉണ്ടായിട്ടല്ല. ഞാനിപ്പോ ഇവരെ മാത്രമേ പഠിപ്പിക്കാറുള്ളൂ. എന്നാലും ഇക്കാര്യത്തില് ഭാഗവതരെന്ന് കുട്ടി വേറൊന്നും വിചാരിക്കരുത്. ഇക്കാര്യത്തിൽ എനിക്ക് ലേശം നിർബന്ധമുണ്ട്. ഞാനിവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാൻ വന്ന് പഠിച്ചോളാം. എനിക്കൊരു ബുദ്ധിമുട്ടായിട്ടല്ല. അത് ശരിയാവില്ല. എങ്കി പിന്നെ ഞാൻ ഇറങ്ങട്ടെ. അല്ല വന്നിട്ടൊന്നും അകത്തേക്ക് കയറിയില്ലല്ലോ. മോള് വാ. ആ കുട്ടി ഒന്ന് സംഗീതം പഠിച്ചു എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പൊ എന്താ കുഴപ്പം? കുഴപ്പമുണ്ട്. സംഗീതത്തിന്റെ പേരും പറഞ്ഞ് എന്ത് ധൈര്യത്തിലാ ഞാൻ ഒരു പെൺകുട്ടി ഇവിടെ കയറ്റിയിരുന്നത്? അച്ഛാ ഞാൻ അകത്ത് പോയി കുറച്ച് സംഭാരം കുടിച്ചിട്ട് വരട്ടെ. ഇത് തന്നെയാ ഇതിന്റെ കുഴപ്പം. ഒരു പെൺകുട്ടി അകത്തോട്ട് കാലെടുത്ത് വെച്ചില്ല. അതിനു മുമ്പേ തുടങ്ങി വാനരപ്പടയ്ക്ക് ദാഹം. പാടുക. അച്ഛാ ആ പെണ്ണ് ഞങ്ങളുടെ കൂടെ കളരി പഠിച്ചു വെച്ച് അച്ഛൻ എന്തൊരു കുഴപ്പം? കുഴപ്പമുണ്ട്. ആ പെണ്ണും പോയിട്ട് പഠിക്കില്ല, നിങ്ങളും പഠിക്കില്ല. ഞങ്ങള് പഠിച്ചോളാച്ചാ. എന്താ വാസുദേവ? അയ്യോ
എന്റെ പേരെങ്ങനെ മനസ്സിലായി? ഈ നാട്ടിൽ വന്നിട്ട് ആലഞ്ചേരിക്കാരുടെ പേരറിഞ്ഞില്ലെങ്കിൽ മോശല്ലേ? അതെ അതെ, ഭയങ്കര മോശ. പിന്നെ മീര സംഗീതം പഠിക്കാൻ വേണ്ടി അച്ഛനെ കാണാനായി വീട്ടിൽ വന്നിരുന്നു. എന്ത് ചെയ്യാനാ, വാസുദേവന്റെ അച്ഛന് താല്പര്യമില്ലെന്നല്ലേ പറഞ്ഞേ? ഓ, മീര അത് കാര്യാക്കണ്ട. അച്ഛന് പറ്റാത്തത് മക്കള് ചെയ്യണമെന്നാണല്ലോ പ്രമാണം. വാസു എന്താ പറഞ്ഞു വരുന്നേ? ഞാൻ കച്ചേരി പാടാൻ പഠിപ്പിക്കാമായിരുന്നു, പക്ഷെ എന്റെ സ്വരം ഈടായിട്ട് അത്ര നന്നാവണില്ല. സാധകത്തിന്റെ ഒരു കുറവുണ്ട്. ഞാൻ പകരം മോർസിംഗ് പഠിപ്പിക്കട്ടെ? എനിക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് വാസു, പക്ഷെ എവിടെ വെച്ചാ പഠിക്കുക? മീര താമസിക്കുന്ന വീടിനടുത്തുള്ള കളപ്പുരയിലായിക്കോട്ടെ, അതാവുമ്പോ അച്ഛനറിയില്ലല്ലോ. തമ്പുരാന്മാർക്ക് തോന്നാത്ത സന്മനസ് ഏതായാലും മക്കൾക്ക് തോന്നിയ നന്നായി. വരട്ടെ വാസു. ഓ